നമസ്കാരം. രാജ്യം മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP മൂന്നാം ഘട്ടവും ഇത്തവണ അധികാരത്തിൽ വരുമോ എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് രാജ്യത്തെ മുഴുവൻ ദേശീയവാദികളായിട്ടുള്ള ആളുകൾ. ഈ സമയത്ത് നമ്മുടെ കേരളത്തിലുള്ള മീഡിയ വൺ അടക്കമുള്ള ചാനലുകളിൽ ഒരു പ്രചരണം വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. മൂന്നാം ഘട്ടത്തിൽ BJP ഇവിടെ വലിയ രീതിയിൽ വിയർപ്പ് ഒഴുക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നരേന്ദ്രമോദിയുടെ ഫാക്ടോ തരംഗമോ ഒന്നും തന്നെ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് പോളിംഗ് ശതമാനമെല്ലാം കുറഞ്ഞതിന്റെ കാരണം എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞോ ഇല്ലയോ എന്ന് നോക്കുന്ന സമയത്ത് കുറഞ്ഞു എന്ന് തന്നെയാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. കണക്കുകൾ അങ്ങനെയാണ് പറയുന്നത്. കഴിഞ്ഞ ഘട്ടത്തിലെ പോളിംഗ് ശതമാനം ഇല്ല. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. 48,000 വോട്ട് ഇത്തവണ വർദ്ധിച്ചിട്ടുണ്ട്. വോട്ടിന്റെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വട്ടം പോൾ ചെയ്ത വോട്ടിനേക്കാൾ 48,000 വോട്ടുകൾ ഇത്തവണ കൂടിയിട്ടുണ്ട്. അപ്പോ ഇതെല്ലാം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാവും. ഇവിടുത്തെ മീഡിയകൾ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം അത് എത്രത്തോളം വ്യാജമാണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. എന്തുകൊണ്ട് മീഡിയ വൺ പോലെയുള്ള ചാനലുകൾ ഇതുപോലെ പ്രചരിപ്പിക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ ഇത് കേൾക്കാൻ, ഇത് കേട്ട് ആസ്വദിക്കാൻ അവർക്കറിയാം BJP പരാജയപ്പെടില്ല എന്നുള്ളത്. പക്ഷെ BJP പരാജയപ്പെടണം എന്ന് കേരളത്തിലെ ഒരു വലിയ വിഭാഗം ആളുകൾ ഇവിടെ ഇത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളെ സുഖിപ്പിക്കുക, അവർക്ക് ഉറങ്ങുന്നതിന് മുന്നേ 3 ആളുകൾ ഒരു അടപ്പ് കൂട്ടി വെച്ചുകൊണ്ട് ഇവിടെ എന്ത് തന്നെ വിളിച്ചു പറഞ്ഞാലും അതെല്ലാം അങ്ങോട്ട് വിശ്വസിച്ച് ജൂൺ 4 എന്ന് പറയുന്ന ദിവസം രാജ്യത്ത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നുള്ള നിലയിലേക്കുള്ള കാഴ്ചപ്പാടോട് കൂടി മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്ത് പ്രധാനമായിട്ടും മൂന്നാം ഘട്ടത്തിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഒന്ന് അവതരിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് വന്നത്. ഇതിന്റെ പ്രധാന കാരണം മീഡിയ വണ്ണിൽ ഒരു വാർത്ത കണ്ടതിന്റെ പേരിൽ തന്നെയാണ്. ഒരു തർക്കമില്ല. നമ്മളെല്ലാവരും മനസ്സിലാക്കുക, 93 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കാണ് ഈ പറയുന്ന കഴിഞ്ഞ ഈ മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് നടന്നത്. ഇത് നമ്മൾ 2019 ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 93-ൽ 71 സീറ്റുകളും BJPയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. ഈ BJPയുടെ സിറ്റിംഗ് സീറ്റുകൾ എന്നുള്ളത് നോക്കുന്ന സമയത്ത് BJPക്കാണ് അവിടെ അഡ്വാൻറ്റേജ്. എല്ലാ തരത്തിലും BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ആ സീറ്റുകൾ നിലനിർത്താനും ആ സീറ്റുകളിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രചരണ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ രാജ്യത്ത് തിരിച്ചു വരും, രാജ്യത്തിന്റെ അഭിമാനം നിലനിർത്തും എന്നൊക്കെ പറയുന്ന ആളുകളുടെ ഈ ഒരു സംവിധാനത്തിന് നിലവിൽ 4 സീറ്റുകളാണുള്ളത്. അതോടൊപ്പം INDIA എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ കൂടെ നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നോക്കുന്ന സമയത്ത് എല്ലാവരും കൂടിയിട്ട് ഒരു 8 സീറ്റുകൾ മാത്രമാണ് ഈ 93 അംഗ അല്ലെങ്കിൽ 93 പാർലമെന്റ് സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഉള്ളത്. ബാക്കിയെല്ലാം BJPക്ക് ഒപ്പം നിൽക്കുന്ന, BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടികളുടെയാണ്. 71 സീറ്റുകൾ ഓൾറെഡിയാണ്. അപ്പോൾ BJP ഇത് ഇത്തവണ ലക്ഷ്യം വെച്ചിരിക്കുന്നത് 71-ൽ നിന്ന് 82-ലേക്ക് എത്തിക്കാൻ. ഗുജറാത്ത് പോലെ 26-ൽ 26 സീറ്റുകളുമുള്ള സംസ്ഥാനത്തെ ഈ സീറ്റുകൾ പോലും, മുഴുവൻ സീറ്റുകൾ പോലും ഈ 93 പാർലമെന്റ് സീറ്റുകൾ ഉൾപ്പെടുന്നതാണ്. ഈ 93 പാർലമെന്റ് സീറ്റുകൾ ഉൾപ്പെടുന്നതിനുപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഒരു സീറ്റ്, ഗാന്ധിനഗർ സീറ്റ് ഓൾറെഡി BJP ഇപ്പോൾ പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 25 സീറ്റുകൾ കൂടിയാണ് ഗുജറാത്തിലുള്ളത്. അതിലെ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അപ്പോ നിലവിൽ 4-5 പാർലമെന്റ് മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ പ്രതിസന്ധി BJP കൊണ്ടെന്നുള്ള തരത്തിലേക്കുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാകാതിരിക്കാം. പക്ഷെ ഇതെല്ലാം BJPയുടെ കഴിഞ്ഞ വട്ടത്തെ 4 ലക്ഷവും 3.5 ലക്ഷവും വരുന്ന ഭൂരിപക്ഷത്തെ കവർ ചെയ്തുകൊണ്ട് BJPയെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ഭഗീരഥ പ്രയത്നത്തിന് ഇടവരും. അത് ഒരിക്കലും നടക്കാൻ സാധിക്കാത്ത കാര്യമാണ്. അതിനുള്ള കപ്പാസിറ്റി രാജ്യത്തെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൊണ്ടുവന്ന് നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ്. അതിനുള്ള ശേഷി ഇന്ന് അവർക്കില്ല. ആ ശേഷിയെല്ലാം അവർ നശിച്ചു പോയിരിക്കുന്നു. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. ഇതിൽ 51% വോട്ടുകളും 93 പാർലമെന്റ് മണ്ഡലങ്ങളിലെ കഴിഞ്ഞ വട്ടത്തെ വോട്ടിംഗ് ശതമാനം എടുത്താൽ 51% വോട്ടുകളും BJPക്ക് കിട്ടിയിരിക്കുന്നതാണ്, BJPയുടെ ഭാഗത്താണ്. ഇനി അതിനെ കുറച്ച് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കി, എന്നാൽ പോലും 45% വോട്ടുകൾ ആണെങ്കിൽ പോലും BJPക്ക് ഈ സീറ്റുകളൊക്കെ നിലനിർത്താനും നിലവിലെ BJPക്ക് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സാഹചര്യങ്ങൾക്കും ഈ സീറ്റുകളുടെ ഗുണം ഉണ്ടാകുമെന്നുള്ളതും തരത്തില്ല. അപ്പോൾ കേരളത്തിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന കള്ള
പൊള്ളത്തരങ്ങൾ മാത്രം അല്ലെങ്കിൽ മോദി വിരുദ്ധത മാത്രം, കേന്ദ്ര സർക്കാരിനെതിരെ ഒരു നല്ല കാര്യം പോലും പറയാത്ത ഈ പറയുന്ന മീഡിയ വൺ അടക്കമുള്ള ആളുകൾ, അവർക്ക് കൃത്യമായിട്ട് തങ്ങൾ ഇടുന്ന ഇര അത് ആരാണ് വിഴുങ്ങാൻ വേണ്ടി നമ്മുടെ മുന്നിലുള്ളത് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ആ ഇര വിഴുങ്ങാനിരിക്കുന്ന മരമാക്രികളായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ എത്ര കിടന്ന് കരഞ്ഞാലും എത്ര സല്യൂട്ട് അടിച്ചാലും ഒരേ ഒരു വിഷയം മാത്രമുള്ളൂ. ജൂൺ 4-ാം തീയതി നിങ്ങൾ എന്താണോ ഈ രാജ്യത്ത് പ്രതീക്ഷിക്കാത്തത്, നിങ്ങൾ പ്രതീക്ഷിക്കാത്തത് എന്താ? മോദി അധികാരത്തിൽ വരരുത് എന്നാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ നെറുകന്തലയിൽ ഒരു ചക്ക വീഴുന്നത് പോലെ മാത്രമേ ഈ സമയത്ത് കാണാൻ സാധിക്കുള്ളൂ. ജൂൺ 4-ന് BJP തന്നെ അധികാരത്തിൽ വരുമെന്ന് രാജ്യത്ത് ആർക്കും തന്നെ യാതൊരു സംശയവുമില്ല.